അതേപോലെ തന്നെയാണ് ഇത് വെക്കേണ്ടത്. ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് ഓയിൽ സീൽ മാറ്റുന്നതാണ്. ഓയിൽ സീൽ മാറ്റുന്നത് ഏത് സമയത്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് അയച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അയച്ച് കാണിച്ചു തരാം. അതായത് സ്പീഡ് കുറയുന്ന ഒരു സന്ദർഭം, അതായത് നമുക്ക് കൂടുതലായിട്ട് സെക്ഷൻ കിട്ടാത്ത ഒരു ഇത് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഉള്ളത് ഈ ഓയിൽ സീലിൻ്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ സിലിണ്ടറിൻ്റെ ചുറ്റിനും ഓയിൽ ഒലിച്ചു വരുന്നത് കാണുക. അങ്ങനെയാണെങ്കിലും സിലിണ്ടറും പിസ്റ്റനൊക്കെ പിന്നെ അത് സ്റ്റക്ക് ആവാനും കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി മാറ്റുന്ന ഒരു കാര്യം ഞാനിതിന് തൊട്ട് മുമ്പ് ക്ലീനിങ് കാണിച്ചിരുന്നു. അപ്പോൾ അത് മാറ്റുന്നതിനെക്കുറിച്ചോ അത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ സിലിണ്ടറും പിസ്റ്റനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് ഞാൻ ഇതിൻ്റെ ഓയിൽ സീല് പുതിയത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറേ ആളുകളുടെ അഭിപ്രായം വന്നു, ഇത് ക്ലീൻ ചെയ്തിട്ട് സിലിണ്ടർ വെക്കുന്ന സമയത്ത് ഓയിൽ സീല് പുതിയത് വെക്കണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് വെക്കാതിരുന്ന കാരണം ഈ ഒരു 8 വർഷത്തിനിടയിൽ ഞാനിത് ഒരുപാട് പ്രാവശ്യം അയച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നിട്ട്. പക്ഷേ അന്നൊന്നും ഞാൻ ഓയിൽ സീൽ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ അയച്ച സമയത്ത് അത് കുറച്ച് ക്രാച്ച് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ. അതുവഴിയാണ് ഈ പുറത്തേക്ക് വരുന്നത് എന്നുള്ളൊരു ഊഹം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് അഴിക്കുന്നത്. അപ്പം ഓയിൽ സീൽ എങ്ങനെ മാറ്റണമെന്നും ഇത് മാറ്റാനുള്ള ഇതിൻ്റെ ബാക്കി വരുന്ന ബഡ്ജറ്റുകളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ആദ്യം നമുക്ക് കേസ് അയച്ചിട്ട് പണിയിലേക്ക് വരാം. എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നുമില്ല, പക്ഷേ ഓയിൽ ഇങ്ങനെ ലീക്ക് ആകുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിനോ മറ്റ് വർക്കിങ്ങിനോ സ്പീഡ് കുറവോ ഒന്നുമില്ല. പക്ഷേ ഈ ഓയിൽ ഇതേപോലെ നിരന്തരം പോയി കഴിഞ്ഞാൽ അത് പിസ്റ്റണിനും സിലിണ്ടറിനൊക്കെ പണി വരും എന്നുള്ള തോന്നലുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇനി മുതൽ അഴിക്കുന്ന സമയത്ത് എത്ര അഴിക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം ഫസ്റ്റ് അഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഓയിൽ സീൽ വാങ്ങിയിട്ട് വേണം. ഇതാണ് ഇതിൻ്റെ ഓയിൽ സീൽ. അതേപോലെ തന്നെ ഇതിന് 30 രൂപയുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വില. പിന്നെ അതേപോലെ തന്നെ അതിനിടാനുള്ള എംസിയിലാണിത്. അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുത്തിട്ട് ഓയിൽ സീൽ മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഓയിൽ സീൽ മാറ്റുന്നത് കാണാനൊന്നുമില്ല, കാരണം അതിന് മുമ്പ് നിങ്ങൾ ഇത് മുഴുവനായിട്ട് അഴിച്ചത് കണ്ടതാണ്. പക്ഷെ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സിലിണ്ടർ അഴിച്ചെടുത്തിട്ടുണ്ട്. സിലിണ്ടർ അഴിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഈ സീല് ഇവിടെ ഇത്രയും ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ട് ഞാൻ നേരത്തെ അഴിച്ച സമയത്ത് ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പം അഴിച്ച സമയത്ത് ഇവിടെ പോകാനുള്ള കാരണം ഇത് ക്രാച്ച് വന്ന ഭാഗം അവിടെ സെറ്റായി. കണ്ടോ, ഇതാ 2 ഭാഗത്തായിട്ട് പൊട്ടി. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഒട്ടി നിൽക്കുന്നുണ്ട്, ഇവിടെയും കുറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഓയിൽ പുറത്തേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം വേണം പുതിയത് വെക്കാൻ. അപ്പോൾ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓയിൽ സീലിലേക്ക് അപ്ലൈ ചെയ്യേണ്ട പശ ഇതാണ്. അപ്പോൾ ഇത് പാക്കറ്റിൽ തന്നെ ഇതേപോലെ സ്മൂത്തായിട്ട് കിട്ടാനുള്ള ഇങ്ങനൊരു സംവിധാനം കൂടി ഇതിലുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നേരെ കുറഞ്ഞ രീതിയിൽ പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം ഈ എംസിയിൽ പിന്നെ പിസ്റ്റൺ വെക്കുന്ന സമയത്ത് ഇതിനുള്ളിലൊന്നും കട്ട കൂടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്മൂത്തായിട്ടുള്ളൊരു ഹോൾ ഇട്ടിട്ടുള്ളത്. ഒരുപാട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംവിധാനം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക്
ഈ ഓയിൽ സീലിലും കൂടി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും കുറേശ്ശെ മതി എന്നാണ്. ഇനി ഇത് ശ്രദ്ധിക്കാനുള്ളത് ഈ കട്ടിങ്ങാണ്. ഈ കട്ടിങ് ഇതേപോലെ ഇത് തന്നെ കറക്റ്റായിട്ട് കാണും. ഇതേ കട്ടിങ് തന്നെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇത് വെക്കേണ്ടത്. ഉണ്ടോ? ഇതേപോലെ ഇതിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ അഴിച്ച് എടുത്തതേപോലെ തന്നെ നേരെ ഇവിടെ ഈ പോയിൻ്റൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് നേരെ ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നിന്നിടുന്നുണ്ട്. അപ്പോൾ ഇനി സ്ക്രൂ വെച്ചിട്ട് പെട്ടെന്ന് ടൈറ്റ് ആക്കണം. അല്ലെങ്കിൽ അത് അലൈൻമെൻറ്റ് തെറ്റി നമ്മൾ വെക്കുന്ന സമയത്ത് അലൈൻമെൻറ്റ് തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉണങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം അതിനുള്ളിലേക്ക് പശ ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ ഭാഗത്തും ഒരേപോലെ നേരത്തെ ഞാൻ ഫിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും ഒരേപോലെ ടൈറ്റാക്കി പോകണമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാനെ ബൈ.